ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വദ്കുർ, നബിയെ നിങ്ങൾ ഓർക്കുക, ഇദ് ഖുൽന, നാം പറഞ്ഞ സമയം, ലിൽ മലായികത്തി, മലക്കുകളോട് നാം പറഞ്ഞ സമയം. അള്ളാഹു പറയാം, എന്താണ് മലക്കുകളോട് പറഞ്ഞത്? ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം, ലി ആദമ, ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സമയത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നബിയെ. സുജൂദ തഹിയ്യത്തിൻ, തഹിയ്യത്തിൻ്റെ സുജൂദ്, ഒരു വണക്കത്തിൻ്റെ സുജൂദ്. ബിൽ ഇൻഹിനായി, കുനിയൽ കൊണ്ട്. നമ്മൾ വലിയ ആളുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുനിയണം. അങ്ങനെ ഒരു ആദരവിൻ്റെ, ബഹുമാനം കൊടുക്കുന്നതിൻ്റെ സുജൂദ്. അല്ലാതെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വരുന്ന സുജൂദിനെ കുറിച്ചല്ല. ആദരവിൻ്റെ സുജൂദ്. സുജൂദ തഹിയ്യത്തിൻ, കൂടിക്കാഴ്ചയുടെ സുജൂദ്. അതെങ്ങനെ? ബിൽ ഇൻഹിനായി, അല്പം കുനിയലുകൊണ്ട്. അങ്ങനെ നാം മലക്കുകളോട് സുജൂദ് ചെയ്യാൻ, ഈ രൂപത്തിലുള്ള സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയം, ഫസജദു, എല്ലാവരും സുജൂദ് ചെയ്തു. അള്ളാഹു പറഞ്ഞതാണല്ലോ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ആരാണ് ഇബ്ലീസ്? ഒരു മിനിറ്റ്. അല്ല, കിടക്കുക. അടുക്കളയിലത്തെ വാതിൽ 3 കുറ്റിയിടുക. അടുക്കളയിൽ നിന്ന് വാതിൽ കയറിട്ട് പൂട്ടുകയും ചെയ്യാം കേട്ടോ. അത് പോയി ചെക്ക് ചെയ്തിട്ട് പോകണം. എന്നാ ശരിയാണ് ക്ലാസ്. ഹുവ, ഇബ്ലീസ്, അബുൽ ജിൻ, ജിന്നുകളുടെ പൂർവ്വ പിതാവാണ്. കാന, അദ്ദേഹം, ആ ഇബ്ലീസ് ആയിരുന്നു, ബൈനൽ മലായികത്തി, മലക്കുകൾക്ക് ഇടയിലായിരുന്നു. മലക്കുകൾക്ക് കൂടെ അവരുടെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ കാണിച്ച് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഉള്ള ആളായിരുന്നു ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. അബാ ഇംതനഅ മിനസ് സുജൂദി, സുജൂദിൽ നിന്നും ഇബ്ലീസ് മാറ് കാണിച്ചു നിന്നു. അതിൽ നിന്നും സുജൂദ് ചെയ്യാതെ മാറി നിന്നു. അബാ, അദ്ദേഹം വിലങ്ങി, ഇബ്ലീസ് വിലങ്ങി. വസ്തക്ബറ, ഇബ്ലീസ് അഹങ്കാരം കാണിക്കുകയും ചെയ്തു. തകബ്ബറ അൻഹു, സുജൂദ് ചെയ്യാതെ അഹങ്കാരം കാണിച്ചു. വഖാല, ഇബ്ലീസ് പറയുകയും ചെയ്തു, അന ഖൈറും മിൻഹു, ആദം അലൈഹിസ്സലാമിനേക്കാളും ഉത്തമൻ ഞാനാണ് എന്ന് പറയുക കൂടി ചെയ്തു. അള്ളാഹു പറയാണ്, വഖാന, ഇബ്ലീസ് ആയിരുന്നു, മിനൽ കാഫിരീൻ, കാഫിരീങ്ങളിൽ പെട്ട ഒരാളായിരുന്നു. ഫി ഇൽമില്ലാഹി, അള്ളാഹുവിൻ്റെ അറിവിൽ. അള്ളാഹുവിനറിയാം ഇബ്ലീസ് കാഫിറുകളിൽപ്പെട്ട ഒരു വലിയ മുട്ടൻ കാഫിറായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവ് കാണിക്കാൻ
ബഹുമാനം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആദരവിനൊന്നും ഞാനില്ല, ഞാൻ എന്തിനാണ് എന്നേക്കാൾ വില കുറഞ്ഞ, എന്നേക്കാൾ പദവി കുറഞ്ഞ ഒരാളെ ആദരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് മാറി നിന്ന് അഹങ്കാരം കാണിച്ചു ഇബ്ലീസ്. ആ സംഭവം നബിയെ നിങ്ങൾ ഒന്ന് ഓർക്കുക. അതാണ് ആ ആയത്തിലൂടെ പറഞ്ഞത്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ സർ, ക്ലിയർ. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ. വഖുൽനാ, നാം പറഞ്ഞു, അള്ളാഹു പറയാം, യാ ആദമു, ആദം നബിയെ, ഉസ്കുൻ, നിങ്ങൾ താമസിക്കണം, അൻത വസൗജുക, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും താമസിക്കണം, ഹവ്വാ, ഹവ്വാ ബിൽ മദ്ദി, മദ്ദ് കൊണ്ട് ഹവ്വാ എന്ന് വായിക്കണം. ഹവ്വാ എന്ന് പറഞ്ഞാൽ പോലെ ഹവ്വാ. വകാന ഖലഖഹ മിൻ ദിൽഇഹിൽ ഐസർ. ഖലഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരുന്നു, ഹവ്വാഇനെ, മിൻ ദിൽഇഹി, ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്ന്, അൽ ഐസരി, ഇടതു വാരിയലിൽ നിന്ന്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ സൗജും, ഇണയും ഭാര്യയും താമസിക്കണം, അൽ ജന്നത്ത, സ്വർഗത്തിൽ താമസിക്കണം, വകുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുകയും വേണം, മിൻഹ, ആ സ്വർഗത്തിൽ നിന്ന്, അഖ്ലൻ റഗദൻ, വിശാലമായ ഭക്ഷണം, വാസിഅൻ, വിശാലമായ ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കണം, ലാ ഹജ്റ ഫീഹി, അതിലൊരു കുഴപ്പവുമില്ല. നിങ്ങൾ എത്ര ഭക്ഷിച്ചാലും, എന്തെല്ലാം ഭക്ഷിച്ചാലും ഒരു കുഴപ്പവുമില്ല, അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഹൈസു ശിഅ്തുമാ, നിങ്ങൾ എത്രത്തോളം ഉദ്ദേശിക്കുന്നോ, എത്രത്തോളം ആഗ്രഹിക്കുന്നോ അത്രയും നിങ്ങൾക്ക് നന്നായി ഭക്ഷിക്കുകയും ചെയ്യാം എന്ന് നാം ആദം നബിയോടും പറഞ്ഞു. വലാ തഖറബ, നിങ്ങൾ രണ്ടുപേരും അടുത്തു പോകരുത്, ഹാദിഹി ഷജറത്ത, ഈ മരത്തിനോട് നിങ്ങൾ അടുക്കരുത്, ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്, ബിൽ അഖിലി, ഭക്ഷിക്കൽ കൊണ്ട് അടുക്കരുത് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് എന്നല്ല, അതൊന്ന് ഭക്ഷണമായിട്ടൊന്നും കഴിക്കരുത്, മിൻഹ, ആ മരത്തിൽ നിന്നും ഭക്ഷിക്കൽ കൊണ്ട് അടുത്തു പോകരുത്. വഹിയ, ഏതാണ് ആ മരം? അൽ ഹിൻതത്തു, ഗോതമ്പ് ഉണ്ടാകുന്ന ഒരു തരം മരമാണ്, അല്ലെങ്കിൽ അവിൽ കർമ്മു, അല്ലെങ്കിൽ മുന്തിരി ഉണ്ടാകുന്ന ഒരു തരം മരമാണ്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അത് വൈറും, അതല്ല വേറൊന്നുമാണ്. അപ്പോൾ ഈ മരത്തോട് നിങ്ങൾ അടുക്കുകയും ചെയ്യരുത്, അതിൽ നിന്നൊന്നും അറുത്ത് പറിച്ച് ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിച്ചാലോ ഫതകൂന ഫതസീറ, നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും, മിനൽ അയിൽ ആസീൻ, അനുസരണക്കേട് കാണിക്കുന്നവരിൽ പെട്ടവരായിത്തീരും. നിങ്ങൾ രണ്ടുപേരും അനുസരണക്കേട് കാണിക്കുന്നവരാവും. വഖുൽനാ യാ ആദം, ആദം നബിയെ, ഉസ്കുൻ അൻത വസൗജുക, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും താമസിക്കുക, അൽ ജന്നത്ത, സ്വർഗത്തിൽ, വകുലാ മിൻഹ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുകയും ചെയ്യാം സ്വർഗത്തിൽ നിന്ന്, റഗദൻ, വളരെ വിശാലമായി, ഹൈതു ശിക്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഭക്ഷിക്കാം,
വലാ തഖ്റബ, നിങ്ങൾ അടുത്തു പോകരുത്, ഹാദിഹി ഷജറത, ഈ മരത്തിനോട് നിങ്ങൾ അടുത്തു പോകരുത്. അങ്ങനെ അടുത്താലോ ഫതകൂന, നിങ്ങൾ രണ്ടുപേരുമായി തീരും മിനൽ ളാലിമീൻ, ദോഷം ചെയ്യുന്നവരിൽ, അനുസരണക്കേട് കാണിക്കുന്നവരിൽ പെട്ടവരായി തീരും. അതുകൊണ്ട് അത് ചെയ്യരുത്. ക്ലിയർ അല്ലേ? فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فأزلهما, അവരെ രണ്ട് പേരെയും പുറത്താക്കി. അശ്ശൈത്വാനു, ശൈത്താൻ പുറത്താക്കി. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ്, ഇബ്ലീസ് നേരത്തെ പറഞ്ഞില്ല, ഇബ്ലീസ്, ഇബ്ലീസ് പുറത്താക്കി. അദ്ഹബഹുമ, അസല്ല എന്നുള്ളതിന്റെ അർത്ഥം അദ്ഹബ, പോക്കി. ദഹബ പോയി, അദ്ഹബ പോകിപ്പിച്ചു, പോക്കി, രണ്ടുപേരെയും പോക്കി. വഫീ ഖിറാഅത്തിൻ, ഒരു ഖിറാഅത്തിൽ ഫഅസാലഹുമ എന്നുണ്ട്. അസാല, അസല്ല എന്നല്ല, അസാല എന്നും ഒരു ഖിറാഅത്തിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നഹാഹുമ, അവർ രണ്ടുപേരെയും നീക്കി, തുടച്ചു നീക്കി. അൻഹ അയിൽ ജന്നത്തി, സ്വർഗത്തെ വിട്ട് അവരെ രണ്ടുപേരെയും നീക്കിക്കളഞ്ഞു. അതിനുള്ള പണി ആരെടുത്തു? ശൈത്താൻ എടുത്തു. അതെങ്ങനെയാ പണിയെടുത്തത്? ബി അൻ ഖാല, ഇബ്ലീസ് പറഞ്ഞു, ലഹുമ അവരോട്, ഹൽ അദുല്ലുകുമ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞു തരട്ടെയോ, അലാ ഷജറത്തിൽ ഖുൽദി, ശാശ്വതമായി സ്വർഗത്തിൽ താമസിക്കാൻ പറ്റുന്ന, അതിന് സഹായിക്കുന്ന ഒരു മരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ. വഖാസമഹുമ, അവർ രണ്ടു പേരോടും ഇബ്ലീസ് സത്യം ചെയ്തു പറഞ്ഞു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. എന്താ സത്യം ചെയ്തു പറഞ്ഞത്? ഇന്നഹു, ഇബ്ലീസ്, ലഹുമ, ഇവർക്ക് രണ്ടുപേർക്കും, ഇബ്ലീസ് ലമിൻ നാസിഹീൻ, ഉപദേശം ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെ ഫഅകല, അവർ രണ്ടുപേരും കഴിച്ചു. മിൻഹ, ആ മരത്തിൽ നിന്നും കഴിച്ചു. ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങോട്ട് അടുത്തു പോരുത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയത് തന്നെയല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, എൻ്റെ പടി കടന്നു പോരുത് എന്ന് പറയില്ല, ശരി, പടിയിലേക്ക് തന്നെ നോക്കൂല, പടി എവിടെ നിന്ന് തന്നെ അവർക്ക് തന്നെ പോകില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പം അവിടേക്ക് നോക്കരുത്. അപ്പം അത്രയും അള്ളാഹുവിനോട് അടുത്ത് നബിമാരിൽ ആദ്യത്തെ നബിയും ആദ്യത്തെ സൃഷ്ടിയും ഒക്കെയാണ് ആദം നബി അലൈഹിസ്സലാം. പണ്ട് നോക്കിയതേ ഇല്ല. അപ്പോൾ ഏതാണ് മരം എന്ന്, ഏത് മരത്തെക്കുറിച്ചാണ് പ്രൊഹിബിഷൻ നൽകിയത്, വിലക്കിയത് എന്ന്. പിന്നെ ഇബ്ലീസ് ആണെങ്കിലും ഒരു വലിയ നല്ലൊരു മനുഷ്യനെ പോലെ വന്ന് ഉപദേശവും കൊടുത്തു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ഫഅഖ്റജഹുമാ, അവരെ രണ്ടുപേരെയും പുറത്താക്കുകയും ചെയ്തു. മിമ്മാ കാനാ ഫീഹി, അവർ രണ്ടുപേരും ഉള്ളതിൽ നിന്ന്. മിനൻ നഈമി, അനുഗ്രഹം, വളരെ വലിയ അനുഗ്രഹമായിരുന്നു സ്വർഗം. സ്വർഗത്തിലെ വളരെ വലിയ അനുഗ്രഹത്തിൽ നിന്നും അവരെ രണ്ടുപേരെയും ഇബ്ലീസ് എന്ത് ചെയ്തു? പുറത്ത് ആക്കി.
വഖുൽന നാം പറഞ്ഞു ഇഹ്ബിതു ഇലൽ അർള് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളൂ. ഇഹ്ബിതു രണ്ടുപേരുള്ളൂ ശരിക്ക്. അപ്പോൾ ഇഹ്ബിത എന്ന് പറഞ്ഞാൽ മതി ശരിക്ക്. ഇഹ്ബിതു എന്ന് പറയാൻ കാരണം ഐ അൻതുമ നിങ്ങൾ രണ്ടുപേരും ബിമസ്തമൽതുമ അലൈഹി മിൻ ദുരിയത്തിക്കുമ നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ. രണ്ടാളുള്ളൂ പുറത്തു പോകാൻ പറഞ്ഞിട്ട്. രണ്ടാളിലും ശേഷം വരുന്ന തലമുറ മക്കള് പേരക്കുട്ടികൾ അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇഹ്ബിതു നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക. ബഅ്ദുക്കും നിങ്ങളിൽ നിന്നും ചിലർ, ബഅ്ദു ദുർരിയത്തി നിങ്ങളുടെ മക്കളിൽ നിന്നും ചിലർ, ലിബഅ്ദിൻ മറ്റു ചിലരോട്, അദുവ്വുൻ ശത്രുക്കളാണ്, മിൻ ദുൽമി ബഅ്ദിക്കും ബഅ്ദാ ചിലർ ചിലരോട് അക്രമം കാണിച്ചുകൊണ്ട്. അതെങ്ങനെ? ചിലരെന്ത് ചെയ്യും? മറ്റുള്ളവരെ ആക്രമിക്കും. വലക്കും നിങ്ങൾക്ക് ഉണ്ട്, ഫിൽ അർളി ഭൂമിയിൽ, മുസ്തഖറുൻ സ്ഥിര താമസമുണ്ട്, മൗദിഉ ഖറാരിൻ താമസ സ്ഥലമുണ്ട്, അവിടെ ജീവിക്കാം. വമതാഉൻ നിങ്ങൾക്ക് അവിടെ, മാ തതമത്തഊന ബിഹി നിങ്ങൾ സുഖമെടുക്കുന്ന, നിങ്ങൾക്ക് ആഹാരം കഴിച്ചുകൊണ്ടും മറ്റും സുഖമായി അനുഭവിക്കാൻ പറ്റുന്ന വസ്തുക്കളുമുണ്ട്, ചരക്കുകളുമുണ്ട്. പിന്നെ ബാത്തിഹ സസ്യങ്ങളാൽ, സസ്യഭക്ഷണമുണ്ട്, അരിയാഹാരം കഴിക്കാം, അങ്ങനെ പലതും കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗത്തിൽ നല്ല ഭക്ഷണമായിരുന്നു, നല്ല താമസ സ്ഥലമായിരുന്നു, സൗകര്യമായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് പോകൂ. ഇവിടെ നിങ്ങൾക്ക് സ്ഥിര താമസവും താമസിക്കാനുള്ള സ്ഥലവും വേണ്ട വസ്തുക്കളുമുണ്ട്. ഇലാഹീൻ നിശ്ചിത സമയം വരെ, വഖ്തി ഇൻഖിളാഇ ആജാലിക്കും നിങ്ങളുടെ അവധികൾ അവസാനിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുകയും അതിനു വേണ്ട വസ്തുക്കളും അതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി താമസിക്കാനുള്ള ഏരിയയും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين മരണം സംഭവിക്കുവോളം നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട് എന്ന് അല്ലാഹു പറയും. ക്ലിയർ അല്ലേ? ഇബ്ലീസ് പഴപ്പിക്കുന്ന പല രൂപമുണ്ട്. ഇബ്ലീസ് പഴപ്പിക്കുന്ന രൂപം ഇബ്ലീസ് എങ്ങനെ പറയാം? നല്ല നിലക്ക പറയാം. ഞാനേ ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു, ഞാൻ നിങ്ങൾക്ക് നല്ലതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇബ്ലീസ് ആളുകളെ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ആളുകൾക്ക് കൂലി ലഭിക്കുന്നത് തീരെ താല്പര്യമില്ലാത്ത ആൾ. അപ്പം നമുക്ക് നല്ലത് ചിന്തിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? നന്മയുടെ അവസരങ്ങളെ തൊട്ട് നമ്മളെ പുറകിലേക്കാക്കും. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നിസ്കാരം അതിൻ്റെ അവ്വല് വഖത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇബ്ലീസ് നമ്മളെ മനസ്സ് തോന്നിപ്പിക്കും, ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പം ഏതായാലും ക്ഷീണമൊക്കെ അല്ലേ, ക്ഷീണം മാറിയിട്ട് നല്ല ഉഷാറായി ഉന്മേഷത്തോടു കൂടെ നിസ്കരിക്കണതല്ലേ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്രമിപ്പിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? വിശ്രമിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ടല്ലോ സമയം, അസർ ബാങ്ക് കൊടുക്കുന്നവരെ നിസ്കരിക്കാൻ സമയം,
എന്നിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മളെ നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഏത് നിസ്കാരത്തിനും 5 തരം സമയങ്ങളുണ്ട് എന്നാണ്. അതിൽ ഏറ്റവും അഫ്ദലായ സമയം അവ്വൽ വഖത്ത്, ആദ്യത്തെ സമയം. അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം. അങ്ങനെ അത് പിന്തിപ്പിക്കും. പിന്നെ ഇങ്ങനെ പോയി 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 അങ്ങനെ അവസാനം ഹറാമായ സമയത്ത് കൊണ്ടേക്കും. ചിലപ്പോൾ സമയവും തെറ്റിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പഴപ്പിക്കും. ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു മതിലിനു താഴെ ഒരു വ്യക്തി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വൃദ്ധനായ ഒരാൾ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി നിർത്തുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അലൈഹി ഇസ്ലാം. അവിടുന്ന് മാറ്റി നിർത്തി. ആ മതിലിപ്പോൾ പൊളിഞ്ഞു ചാടും, അങ്ങോട്ട് പോരുത്, അവിടുന്ന് മാറിക്കിടക്കുന്നു. അങ്ങനെ ഈ വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നപ്പോൾ ആ മതിൽ പൊളിഞ്ഞു പോണു. ഒരു പക്ഷേ ആ മതിലിന് ചുവട്ടിൽ കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിന് അവിടെ ഒന്നും ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കും. ഇദ്ദേഹം വളരെ നന്ദിയോടുകൂടെ ആദരവോടുകൂടെ ഇബ്ലീസിനെ നോക്കി. വളരെ നന്ദി പറഞ്ഞിട്ട് ഇബ്ലീസിനോട് പറഞ്ഞു, ഇബ്ലീസ് എന്നറിയില്ല കേട്ടോ, നിങ്ങൾ ഭയങ്കര ഒരു നന്മയാണ് ചെയ്തത്. നിങ്ങൾ ആരാണ്? നിങ്ങളെനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇബ്ലീസാണ്. ഇബ്ലീസോ? ഇബ്ലീസ് നല്ലതൊന്നും ചെയ്യൂല എന്നാണല്ലോ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇബ്ലീസ് പറയാണ്, ആരാ ഞാൻ നല്ലതാ ചെയ്തതെന്ന് പറഞ്ഞ്? ഒരു പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് ആ മതിലിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ ഷഹീദിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. ദുനിയാവിലല്ല, ആഖിറത്തിൽ. ദുനിയാവിൽ ഷഹീദാവണമെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണാധികാരി യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രതിഫലം തേടാതെ സ്വന്തം വളണ്ടിയർ ആയിട്ട് പോയി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ മരിക്കുന്ന ആളാവണം ഷഹീദ്. അങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും ഷഹീദാവും. ഒരപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് മരിച്ചു, വയറിന് അസുഖം പിടിച്ച് മരിച്ചു, അതുപോലെ ഭൂമി കുലുക്കണ്ടായി മരിച്ചു, പ്രളയം ഉണ്ടായിട്ട് മരിച്ചു, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഷഹീദാണ്. ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പം നിങ്ങൾക്ക് ആഖിറത്തിൽ ശുഹദായിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്തായത് ഇവിടെ നിന്ന് വിളിച്ചത്. ആദം നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. എന്ത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലി നൽകാൻ അള്ളാഹു സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകി. അങ്ങനെ മകനോട് പറഞ്ഞു, മോനെ, നിന്നെ ബലി നൽകാൻ അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹു കൽപ്പിച്ചാൽ പിന്നെ എന്താ വാപ്പ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ മകനോട് ഇബ്ലീസ് വന്ന് സ്വീപ്പാക്കാണ്. പിന്നെ അർക്കാനെ കൊണ്ടുപോകണം. അത് സാരല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെയല്ല, അതങ്ങനെ പോകും. ഹാജറ ബീവിയോടും പോയി പറഞ്ഞു. പോണ പോക്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും എന്ത് ചെയ്തു? സ്വീപ്പാക്കാൻ ഇബ്ലീസ് നോക്കി. അങ്ങനെയാണ് മൂന്ന് സ്ഥലത്ത് എറിയുന്ന ഒരു രൂപം, ഒരു ഹജ്ജിലൊരു പ്രത്യേക കർമ്മമുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹ അവരെയും അസൂയയോടുകൂടെയും വെറുപ്പോടുകൂടെയും കണ്ട് അനുഗ്രഹത്തിൽ ഉള്ള അവസ്ഥയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയ ഈ ശൈത്താൻ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ എത്രത്തോളം തെറ്റിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ശൈത്താനോട്
സന്ധിയില്ല സമരം ചെയ്യാൻ. അതാണ് ബുർദയിലൊക്കെ പറഞ്ഞത്. വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിം. നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനോടും ശൈത്താൻ്റെ ആഗ്രഹത്തിനോടും നീ എതിര് കാണിച്ചു. ശരീരം ഇപ്പോൾ നമ്മൾ ഉറങ്ങണം, ഇപ്പോൾ വിശ്രമിക്കണം എന്നിങ്ങനെ ശരീരം ആവശ്യപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ആ ശരീരത്തിനോട് നമ്മൾ എതിരിടുക. എഴുന്നേൽക്കുക, ഉദു എടുക്കുക, നിസ്കരിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ റൂംമേറ്റ്സ്, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. അവരും ശൈത്താന്മാർ തന്നെയാണ് ശരിക്കും ഒരു കണക്കിന്. അപ്പം അത് നമ്മൾ അതൊക്കെ മാറി അവരോടൊക്കെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലി മാറി നിൽക്കണം. അപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? എല്ലാവരും ഇല്ലേ? ഷഫീഖ ഫസൽക്ക ആ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ? ഷഫീഖ് ആദ്യത്തെ ആയത്തൊന്ന് പറഞ്ഞാൽ, ഈ 34-ാമത്തെ. അതിന്റെ ആശയം ഒന്ന് വണങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് അത് ധിക്കരിച്ചു. അങ്ങനെ ഇബ്ലീസ് വഴികേടിലായി. അത് അള്ളാഹുവിന്റെ അറിവിൽ ആദ്യം തന്നെ ഉണ്ട്. അള്ളാഹുവിനെ അറിയാം. അള്ളാഹു എത്രത്തോളം കാരുണ്യം ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത്. അപ്പോൾ അവസരം കിട്ടിയിട്ടും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. ഇബ്ലീസ് പരാജയപ്പെട്ടു. അങ്ങനെ ഓരോരുത്തർക്കും അവസരം ഉണ്ടാവും. പരാജയപ്പെട്ടവർക്കൊക്കെ അവസരം ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ആയത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അള്ളാഹ്ക്ക് ആ നേരത്തെ തന്നെ അറിയില്ലേ, ഇതന്നെ അറിയില്ലേ, എങ്ങനെ അറിയില്ലേ, അതല്ല. നമുക്ക് കസ്ബ് ഉണ്ട്, കസ്ബ് ഇഖ്തിയാർ. കസ്ബ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഒരു ഗ്ലാസ് പാല് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. മറ്റൊരു ഗ്ലാസ്സിൽ ഹറാമായ ഒരു പാനീയം, ഒരു മദ്യം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മദ്യവും ഒരു ഗ്ലാസ് പാലും വെച്ചിട്ട് പറഞ്ഞു, ഈ മദ്യമേ കുടിക്കാവൂ, പാല് കുടിച്ച പ്രശ്നമാണ്, മദ്യം കുടിക്കാവൂ. അപ്പോൾ ആൾ മദ്യം കുടിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ അതൊരു നല്ലൊരു ഏർപ്പാടാണോ? അല്ല. അപ്പോൾ നിർബന്ധിപ്പിച്ച് ഒരു കാര്യം ചെയ്യിപ്പിച്ച് അതിൻ്റെ ശിക്ഷ എടുക്കുക, അതൊരു മാന്യതയുള്ള ഒരാളുടെ, കരീമായ ഒരാളുടെ സ്വഭാവമല്ല. പിന്നെയോ, രണ്ടും കൊണ്ടുവന്ന് വെച്ചു. പാല് നിങ്ങൾക്ക് കുടിക്കാം, മദ്യം നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ല. മദ്യം കുടിക്കാൻ പാടില്ലാത്തത് ഹറാമായ കുറേ കാര്യങ്ങൾ, തെറ്റായ കുറേ, നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും, നിങ്ങൾക്ക് പല പല ദോഷങ്ങളുണ്ടാവും, പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം വിവരിച്ചു കൊടുത്തു. എന്നിട്ടും ഈ മദ്യം എടുത്ത് ഉപയോഗിക്കുന്ന ആളെ അവൻ അതാണ് തിരഞ്ഞെടുക്കുന്നത്, മദ്യമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ അവനെ അങ്ങനെ എന്ത് ചെയ്താൽ പോരാ, വെറുതെ വിട്ടാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ അവന് അപ്പോഴും അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അവന് വേറെന്തോ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് അള്ളാഹു അഫ്വു ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു കരീം.
നേരെ മറിച്ച് അള്ളാഹു അഫ്വ് ചെയ്യുന്നില്ല, അവന് പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ പിന്നെ ശിക്ഷ ലഭിക്കും. അതാണ് അവിടെ. അല്ലാതെ ചിലർ പറയാം അള്ളാഹു നേരത്തെ കണക്കാക്കിയ വിഷയമല്ലേ, പിന്നെ എങ്ങനെ അള്ളാഹു ശിക്ഷിക്കുക? നേരത്തെ അള്ളാഹുവിനറിയാം. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു അധ്യാപകനാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കണക്ക് അധ്യാപകൻ, അഷ്റഫ് ഖാൻ, 10ാം ക്ലാസ്സിലെ കണക്ക് സാറെ പേരെന്താ? തോമസോ? കണക്ക് ടീച്ചറാ? ആ, എനിക്ക് സാറായിരുന്നു. അതുപോലെ ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കണക്ക് പരീക്ഷ ഇട്ടു നമ്മുടെ ക്ലാസ്സിൽ. പരീക്ഷയിൽ മാർക്ക് കിട്ടി. ചിലർ തോറ്റു, ചിലർ ജയിച്ചു. പരീക്ഷ നടത്തി. ടീച്ചർ പറയും പരീക്ഷ പേപ്പർ തരുമ്പോൾ, എനിക്ക് ആദ്യം അറിയടാ നീ തോക്കും. ഞാൻ പറയില്ലേ, അല്ലേ ഷഫീഖ? നമ്മളോടല്ല വേറെ ചില ആളുകളോട് പറയില്ലേ? പറയും. നിങ്ങളവിടുത്തെ ടീച്ചർമാരൊന്നും പറയില്ല? പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഈ കേസ്. എനിക്ക് ആദ്യം അറിയാം. അത് വിചാരിച്ചിട്ട് പരീക്ഷ ഇടാതിരിക്കണില്ലല്ലോ, അവസരം കൊടുക്കുന്നുണ്ട്. അതേ ചോദ്യപേപ്പർ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കുള്ള ചോദ്യപേപ്പർ തന്നെയാണ്. ഇത്ര കടലാസ് ഉണ്ട്, പേനുണ്ട്, പെൻസിലുണ്ട്, മറ്റ് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ വല്ല സംഗതികളെല്ലാം ഉണ്ട്. പക്ഷേ അതേ രൂപത്തിൽ. അതാണ് ഇബ്ലീസ് കാഫിറുകളിൽപ്പെട്ട. അത് അള്ളാന്റെ ഇൽമിൽ അങ്ങനെയായി, അള്ളാഹുവിനറിയാം. പക്ഷെ ഇബ്ലീസ് ഇവിടെ ആ കുട്ടിക്ക് പറയാൻ പറ്റൂല, എന്തിനാ എന്നെ തോപ്പിച്ചെന്ന് പറയാൻ പറ്റൂല. കാരണം ജയിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഇബ്ലീസിനുണ്ട്. അപ്പൊ അതാണ് ആ ആയത്തിൽ പറയുന്നത്. അപ്പൊ അത് നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആദരവും ബഹുമാനവും ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇപ്പോൾ ഇബ്ലീസ് മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, എന്നെ നീ തീ കൊണ്ടാ പടച്ചത്, മണ്ണുകൊണ്ടാണ് ആദം നബിനെ പടച്ചത്. തീയും മണ്ണും നോക്കുകയാണെങ്കിൽ തീയിനാണ് പവറ്, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല. ഇബ്ലീസ് അള്ളാഹിനോട് വാദിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞതുകൊണ്ട് കേൾക്കുക തന്നെ. അതിൽ ന്യായമുണ്ടോ, യുക്തി ഉണ്ടോ, നീതി ഉണ്ടോ നോക്കിയിട്ടല്ല. നീതിയെ പടച്ച നീതിമാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീതി പറഞ്ഞു കൊടുക്കാൻ നമ്മളാരാ? അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തു? അള്ളാഹിൻ്റെ മുമ്പിൽ ചോദ്യം. പക്ഷെ ഇബ്ലീസ് പറഞ്ഞത് തെറ്റന്നെയാണ്. തീയാണ് പവർ കൂടുതൽ മണ്ണിനേക്കാൾ എന്നത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഏതിനാണോ സ്ഥാനം അതാണ് പവർ. അള്ളാഹു തആല ഏതിനേക്കാണോ സ്ഥാനം വെച്ചത് അതിനാണ് പവർ. അത് മനസ്സിലാക്കുന്നിടത്ത് ഇബ്ലീസ് പരാജയപ്പെട്ടു. അവിടെ അതാണ്. അടുത്ത ആയത്ത് ആരാ പറയാ? മുനീസ് പറയട്ടെ. മുനീസ് അമീൻ. രണ്ടാമത്തെ ഈ ആയത്ത്. പറഞ്ഞോളെ മുനീസ്, കേൾക്കുന്നില്ലേ? ഫസൽക്ക പറയുന്നു.
ഞാൻ ഓഫീസിലാണ്. ആ ഓക്കെ ഓക്കെ എന്നാ ഓക്കെ. ആ ഓക്കെ കുഴപ്പമില്ല. ആ പറ. രണ്ടാമത്തെ 35. ആദം തങ്ങളെയും ഭാര്യയും നിങ്ങൾക്ക് കൊടുക്കപ്പെടാവുന്ന പോലെ സ്വർഗത്തിൽ പാർക്കുന്നതാണ്. ആ അതുപോലെ തന്നെ അതിലുള്ള മനുഷ്യരെല്ലാം ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ആദരിച്ച് ബഹുമാനിച്ച് അറിവ് കൊടുത്തു. മലക്കുകളെക്കാളും ശ്രേഷ്ഠത ഈ അറിവിൽ നൽകി ആദം നബിക്ക് ബഹുമാന ആദരവുകൾ കൊടുത്തു. സുജൂദ് അവരെ കൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും താമസിക്കുക. ഇഷ്ടമുള്ള അത്രയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും വിശാലമായി, ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. പക്ഷേ നിങ്ങൾ ആ കാണുന്ന മരത്തിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ഭക്ഷിച്ച് അതിലെ കായകളോ മറ്റോ നിങ്ങൾ ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിച്ചാൽ നിങ്ങൾ അതിക്രമം കാണിച്ചവരാകും, ദോഷം പ്രവർത്തിച്ചവരാകും. അപ്പോൾ അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഓഫറാണത്. അപ്പം ഇതിൽ നമ്മൾക്ക് പഠിക്കേണ്ട ഒരു പാഠം, അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി വെച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാം. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പഴങ്ങൾ, എത്ര വസ്തുക്കൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായതുണ്ട് അല്ലേ? എത്ര പഴങ്ങളുണ്ട്, എത്ര ജ്യൂസുകൾ, അത് തന്നെ പല ഐറ്റം ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പറ്റുന്ന, നല്ല ഉന്മേഷം ലഭിക്കുന്ന, ഉന്മേഷം നൽകുന്ന പല വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് നല്ല വസ്തുക്കൾ. എന്നിട്ടും നമ്മൾ മോശപ്പെട്ടത് തിരഞ്ഞെടുക്കുന്നതാണ്. അള്ളാഹു വിരോധിച്ച ഹറാമാക്കിയ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മൾ അള്ളാഹുവിനോട് എതിര് കാണിക്കുന്നതിന് തുല്യമാവും. ഒരു പക്ഷേ അതൊക്കെ പറ്റും, അതൊക്കെ അനുവദനീയമാണ് എന്ന രൂപത്തിലാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയേക്കും. അതൊക്കെ അനുവദനീയമാണ് എന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ അള്ളാഹു ഒരു നിയമം സംവിധാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങളൊക്കെ മതി എന്ന രൂപത്തിനാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്നൊരു ഘട്ടമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഹറാമാക്കിയ വസ്തുക്കളെ നമ്മൾ വിരോധിക്കണം, ഹലാലാക്കിയ കാര്യങ്ങളെ നമ്മൾ നിർവഹിക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതിൽ ചിലർ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു, ആദം നബി അലൈഹി ഇസ്ലാമിന് തെറ്റുപറ്റും. ഏത് പോലീസുകാരനും തെറ്റുപറ്റും. ഞങ്ങളുടെ നാട്ടിൽ ഒരു സംയുക്ത മീറ്റിംഗ് ഉണ്ടായി. മുസ്ലിമീങ്ങളുടെ പല വിഭാഗങ്ങളും പങ്കെടുത്ത നമ്മുടെ NRCയുമായി ബന്ധപ്പെട്ടൊരു പൊതു മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ അതിലൊരു പുത്തൻവാദിയായ ഒരാൾ പ്രസംഗിച്ചു, ഏത് പോലീസുകാരനും തെറ്റുപറ്റും, നബിമാർക്ക് വരെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഇല്ലേ? എൻ്റെ കൂടെ അല്ലേ? ഓക്കെ അല്ലേ? അസ്രഫ് ഖാൻ
അപ്പൊ അദ്ദേഹം പറഞ്ഞു നബിമാർക്ക് വരെ പറ്റും എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പൊ അതിനുശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, അത് പ്രസംഗത്തിൻ്റെ ഒരു ശൈലിക്ക് വേണ്ടി പറഞ്ഞതാണ്. ചിലരുണ്ടാവുമല്ലോ അങ്ങനെ പറഞ്ഞതാണ്. അമ്പിയാക്കൾക്ക് തെറ്റ് പറ്റൂല. അവർക്ക് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അനുഭവത്തിന് മുമ്പും അനുഭവത്തിന് ശേഷവും ഒന്നും അവർക്ക് തെറ്റ് വരൂല. ചെറുദോഷമോ വൻദോഷമോ ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ വിശ്വാസം. തെറ്റ് ചെയ്ത് കിടക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ ജനങ്ങൾ? അത് മുപ്പരെ അറിയാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു. അത്തരം ആളുകൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ എടുത്തുകൊണ്ടാണ് പറയുന്നത് ആദം നബിക്ക് തെറ്റുപറ്റി. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിന് അറിയില്ല. അങ്ങോട്ട് നോക്കിപ്പോരുത്, അങ്ങോട്ട് അടുക്കരുത് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാം അങ്ങോട്ട് നോക്കിയതേയില്ല. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോരുത് പറയുമ്പോൾ ഒന്ന് പോയോക്കി വരും. പക്ഷെ ആദം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുനോട് അത്രയും അടുത്ത ആളുകളല്ലേ, അത്രയും അടുത്ത ആളുകളാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് തന്നെ പോയില്ല, ആ മരം തന്നെ നോക്കിയില്ല. അങ്ങനെ ഇബ്ലീസ് സ്വർഗത്തു നിന്ന് പുറത്താക്കിയല്ലോ. ആദ്യം ഇബ്ലീസിനെ പുറത്താക്കി. ഇബ്ലീസ് അങ്ങനെ പല രൂപങ്ങളിൽ വന്നു. ഒരു വയസ്സായ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന് പുറത്തുനിന്ന് ഇങ്ങനെ കൺഫ്യൂഷനാക്കി. അങ്ങനെ ഭാര്യയോടും പറഞ്ഞു, ഭാര്യയും പറഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഇബ്ലീസ് പറഞ്ഞ രൂപം നമ്മൾ പറഞ്ഞു. അങ്ങനെ അത് ഭക്ഷിച്ചു. പിന്നെ ആത്യന്തികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഭൂമിയിൽ ഒരു ഖലീഫനെ വെക്കുന്ന കാര്യമായിരുന്നു. ഭൂമിയിൽ ഒരു ഖലീഫയെ വെക്കുന്നത്. ഒരു ഭൂമിയിലേക്ക് വരണ്ടേ, ഭൂമിയിലേക്ക് ആക്കണമല്ലോ, അതിനൊരു കാരണവും വേണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു, ഹറാമ് പ്രവർത്തിച്ചു എന്ന് ചില പുത്തനാശയക്കാർ പറയാറുണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഷഫീഖ, ഇതൊന്ന് പറയാം. ഈ ആയത്ത് ഓക്കെ, ഞാൻ പറയാം. ശൈത്താൻ എന്ത് ചെയ്തു? അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന പരിപാടി എടുത്തു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവർ പുറത്ത് പോവേണ്ടി വന്നു. നിങ്ങൾ ചിലർ മറ്റു ചിലർക്ക് അക്രമം കാണിച്ചുകൊണ്ടും മറ്റും ശത്രുക്കളായിരിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവധി അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഭക്ഷണം ഭക്ഷിച്ചു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്ത് പോന്നു. ഭൂമിയിൽ അല്ലേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത്. ചിലരോട് ആദം നബി അലൈഹിസ്സലാം അതെ, രണ്ടുപേരും കഴിച്ചു. ആദം നബി അലൈഹി സ്വലാമിനാണ് അത് ഒരു
ആഡംസ് ആപ്പിൾ എന്ന് പറയില്ലേ നമ്മൾ ഇവിടെ അവര് രണ്ടുപേരും കഴിച്ചതായിട്ടാണ് ഉള്ളത്. അതിൽ ഹവ്വാ ബീവിക്ക് അങ്ങനെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് ചില സമയത്ത് ഉള്ള ആ രൂപം ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ടാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്, ഇതുമൂലമാണ് എന്നും. അതിൻ്റെ നമ്മുടെ വിശദീകരണത്തിൽ ചിലർ അഭിപ്രായപ്പെട്ടതാണ്. നമ്മൾ മൊത്തത്തിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ചിലർ മറ്റു ചില ആളുകൾക്ക് അതിക്രമം കാണിച്ചുകൊണ്ടും മറ്റൊക്കെ ഭൂമിയിൽ ചില സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിങ്ങൾക്കത് വേണ്ട, സസ്യബുക്ക് അത് കുറച്ച് കൂടുതലുണ്ടാവും, അരിയാഹാരവും അതുപോലെ മറ്റൊക്കെയല്ലേ കൂടുതൽ. സ്വർഗത്തിൽ നല്ല പഴങ്ങളും അതുപോലെ മറ്റ് മഞ്ഞും സെൽവയും അതൊക്കെ സ്വർഗത്തിലുള്ള ഭക്ഷണം. അലീസ, അതുപോലെ തേന്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ രാജ്യങ്ങളിലും മറ്റൊക്കെ ഉള്ള നല്ല നല്ല ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങളുടെ അതിലേറെ മുന്തിയ പതിപ്പാണ് അവിടെ ഉള്ളത്. അപ്പം അതാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ഇബിലീസിനോട് നമ്മൾ സമരം ചെയ്യണം. അത് ഏത് രൂപത്തിലാണെങ്കിലും, നമ്മൾ ഏതൊരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിലൊക്കെ നല്ലത് ഉദ്ദേശിക്കുക. നല്ലത് ഏതാണോന്ന് ഉദ്ദേശിക്കുക. ശറഅ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാതെ നമ്മുടെ ശരീരം പറയുന്ന ശറഇനെതിരായിട്ട് നമ്മൾ ആരെങ്കിലും ചിന്തിപ്പിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് വരേണ്ട പാഠം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?